മത്തി വറുത്തത് ഒരു വീക്ക്നെസ് ആണ്. എന്താന്നറിയില്ല, എനിക്ക് മീൻ വലിയ താല്പര്യമില്ലാത്തതാണ് എനിക്ക്. പക്ഷെ മത്തി നെയ്ച്ചോറിന്റെ കൂടെ എല്ലാം പോവില്ലേ? എല്ലാം പോവല്ലേ? നെയ്യും ചോറും. അതിന്റെ കൂടെ എന്താ നെയ്യ് നല്ലത്, ചോറ് നല്ലത്? അയല കറിയുണ്ട്, കരിമീൻ കറിയുണ്ട്, കൊടംപുളിയിട്ട് വച്ച നല്ല കരിമീൻ കറിയുണ്ട്. എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. അടിക്കുന്ന എൻ്റെ അടുത്ത് പറയും, പക്ഷേ എങ്കടാ എങ്കിൽ അടിക്കണോ, എനിക്ക് അടിക്കണോ, എനിക്ക് അടിക്കണോ. ഈ സ്മൈലിന് പല പല ലെവൽസ് ഉണ്ട്. എൻ്റെ അടുത്ത് ചിലപ്പോൾ ഫോട്ടോഷൂട്ടിന് പറയും ഇതിൽ അത്രയ്ക്കും വേണ്ട, ഒരു 50. അങ്ങനെ ചുരുക്കി എടുക്കണം അല്ലേ, കുറച്ചാക്കി എടുക്കണം. ചില സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കുമ്പോ എന്റെ ഫുൾ ഈ ഇവിടം തൊട്ട് ഇവിടം വരെ കാണും. അതാണ് അതിന്റെ ബ്യൂട്ടി. ആക്ച്വലി അതെനിക്കൊരു ബ്യൂട്ടി ആയിട്ട് തോന്നുന്നില്ല. പറയും ഞാനൊരു ഗോൾഡൻ റിട്രീവർ പോലെയാണെന്ന്, എപ്പോഴും ഹാപ്പി. പക്ഷെ അല്ല, ഞാൻ വെറും ഒരു അഹങ്കാരി പൂച്ചയാണ്. ഗോൾഡൻ റിട്രീവർ. അയ്യോ പൂച്ച കടിക്കുന്നു. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അല്ലേ, ദിവ്യ പിള്ള അറിയും. അപ്പോൾ ക്രേവിങ്സ് ഇപ്പം പറഞ്ഞ എന്താ പറയണേ, ആത്മയുടെ സിസ്റ്റമൊക്കെ റൂട്ടീനൊക്കെ ഫോളോ ചെയ്യുന്നു. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് ലഞ്ചിന് നമ്മൾ മത്തി വറുത്തത് കഴിക്കും. ബിക്കോസ് ലഞ്ച്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത്, ഞാൻ ഇതുവരെ കേൾക്കാത്ത കോമ്പിനേഷൻ നെയ്ച്ചോറ് വിത്ത് മീൻകറി. ശരിക്കും ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോഴും ഫിഷ് കറി മീൽസ് വേണോ, അല്ലെങ്കിൽ നെയ്ച്ചോറും ഇറച്ചിക്കറിയും വേണോ എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു നെയ്ച്ചോറും മീൻകറിയും തരുമോ നീന്ന് ചോദിച്ചു. ഇതിലെന്താ മീൻകറി, അതെന്താ രസം എന്നറിയോ? മീൻ എനിക്ക് വലിയ താല്പര്യമില്ല, എനിക്ക് അത് ചാറ് കഴിച്ചോളാൻ പറഞ്ഞു. മീൻ കഴിച്ചോ, പക്ഷെ മത്തി വറുത്തത് അത് മത്തി വറുത്തത് ഒരു വീക്ക്നെസ് ആണ്. എന്താന്നറിയില്ല, എനിക്ക് മീൻ വലിയ താല്പര്യമില്ലാത്തതാണ് എനിക്ക്. പക്ഷെ മത്തി അപ്പൊ അധികം എണ്ണയിലൊന്നും മുക്കി വറുക്കാതെ അങ്ങനെയൊന്നും ഇല്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ആവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് ഇനി ബാക്കി കാര്യം. വിശക്കണ്ടല്ലേ? നല്ല വിശപ്പുണ്ട്. അവിടെ ഇരിക്കൂ. ഞാൻ വിളമ്പി സെർവ് ചെയ്യും. വിളമ്പി തരുന്നതായിരിക്കും. ഓക്കെ, സ്റ്റോപ്പ്. ഞാൻ ശരിക്കും നെയ്ച്ചോറും ഫിഷിന്റെ ആളല്ല, എനിക്ക് വൈറ്റ് റൈസ് ആണ്. പക്ഷെ ഞാൻ കഴിച്ചു നോക്കാം ഇന്ന്. നെയ്ച്ചോറിന്റെ കൂടെ എല്ലാം പോവില്ലേ? എല്ലാം പോവല്ലേ? നെയ്യും ചോറും. അതിന്റെ കൂടെ എന്താ നെയ്യ് നല്ലത്, ചോറ് നല്ലത്? അതിന്റെ കൂടെ എന്താ പോവാതിരിക്കാൻ? മീൻകറി വളരെ നല്ലത്. അത്രയല്ലേ ഉള്ളൂ. ഇനി വേണോ ഉപ്പിലിട്ട മാങ്ങ? അടിപൊളി ഉപ്പിലിട്ട മാങ്ങയുണ്ട്, അയല കറിയുണ്ട്, കരിമീൻ കറിയുണ്ട്, കൊടംപുളിയിട്ട് വച്ച നല്ല കരിമീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള നെയ്ച്ചോറ് ഉണ്ടല്ലോ. അടിപൊളി. തുമ്പപ്പൂ നിറമുള്ള നെയ്ച്ചോറും ഉണ്ടല്ലോ, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ ദിവ്യക്കുട്ടി. അവിടെ താളം പിടിക്കണ പോലെയാണ്. ചേച്ചിയാണ് പറഞ്ഞ ഐഡിയ. ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ ദിവ്യക്കുട്ടി. നീ കഴിക്കാം അല്ലേ? ഞാൻ തുടങ്ങി. മത്തി വറുത്തത്, പരിപ്പ് കറി തരും. പരിപ്പ് കറി. ചേച്ചി ഞാൻ ഡോർന്ന് അടച്ചേക്ക് ചേച്ചി. ഓക്കെ ഓക്കെ. നുള്ളിപ്പറക്കി മീൻ എനിക്ക് കിട്ടി. അതിങ്ങനെ തന്നോളൂ. വേണ്ട, ഞാൻ കഴിച്ചോളാം. ഞാൻ കഴിച്ച മീനിന്റെ ബാക്കി കുട്ടി കഴിക്കൂലേ? എന്താ പറയാ, അതൊക്കെ ഒരു ഇന്നെന്തൊരു ടേസ്റ്റാ. പരിപ്പ് കറി അല്ലേ? നമ്മുടെ കോമ്പിനേഷൻ നമുക്ക് യൂഷ്വലി ഞാൻ ഷെഫാണ്, പക്ഷെ ഇതിങ്ങനെ സംസാരിക്കുന്ന ദിവസം എനിക്ക് ബിസി ആകാൻ പറ്റില്ലല്ലോ അടുക്കളയിൽ. അതെ അതെ അതെ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടിപൊളി. നെയ്ച്ചോറ് എൻ്റെ ആണ്. അന്ന് പ്രത്യേകിച്ച് പണിയൊന്നും അല്ലേ, പണി കുറവല്ലേ? അതായത് ദിവ്യ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എന്തായാലും ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ചോറ് നമുക്ക് ആദ്യം ഒരു ചോറ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ രണ്ടും
പക്ഷെ എന്നാലും നമ്മളെ ഗ്രേവി ഉണ്ടാക്കുന്നത് പോലെ അല്ലല്ലോ. അതെ, പക്ഷെ നെയ്ച്ചോറ് ഈസിയാ. നെയ്ച്ചോറ് ഈസിയാ, ഈസി. നെയ്ച്ചോറ് നല്ല ടേസ്റ്റ് ഉണ്ട്. മതി. ഏത് മീനാ വേണ്ടേ? മതി, എനിക്ക് മീൻ വേണ്ട. എന്നെ പോലെ തന്നെ. എന്താ അറിയോ, മീൻ ചാറ് വേണം, പക്ഷെ മീൻ വേണ്ട. മീൻ കറി വേണം. ജഗതി പറഞ്ഞ നീ ചാറിൽ മുക്കി നക്കിയാ മതി. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഡയലോഗ്, എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. ചമ്മന്തി വേണ്ടേ? ചമ്മന്തി വേണം. അടിപൊളി. എങ്ങനെയുണ്ട് കോമ്പിനേഷൻ? വർക്കാവണല്ലേ? ഉള്ളതുപോലെ പറയും. സോറി. എനിക്ക് ഭയങ്കര മീൻ കറി കൂട്ടാൻ ഭയങ്കര കൊതി. ഓക്കെ, അപ്പൊ അത് വെള്ളച്ചോറിന്റെ കൂടെ അല്ലേ നല്ലത്? അങ്ങനൊന്നുമില്ല, എനിക്ക് നെയ്ച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. ഓ, അപ്പൊ അങ്ങനെ ഒരു ഈ നമ്മുടെ പഴംപൊരി ബീഫ് പോലെ ഒരു പുതിയ കോമ്പിനേഷൻ അത്രയ്ക്കുമുണ്ടോ? ഇതെന്തായാലും ആ ഒരു ജോണർ സെയിം അല്ലേ? ആയിക്കോട്ടെ. എന്തായാലും ജോണർ വിട്ടു പോകണില്ലോ. കേൾക്കുന്നവർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് കമന്റ് ബിലോ എന്ന് പറയാം നമുക്ക്. എങ്ങനെയുണ്ട് ഈ കോമ്പിനേഷൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ. നമ്മൾ പൊറോട്ടയും മീൻകറിയും കഴിക്കില്ലേ? മീൻകറി ഇതിൻ്റെ കൂടെ പോകുന്ന ഒരു സാധനം. അപ്പത്തിൻ്റെ കൂടെ പോവും, ദോശയുടെ കൂടെ പോവും. ആക്ച്വലി നമ്മുടെ കറികളെല്ലാം എല്ലാത്തിൻ്റെയും കൂടെ പോവും. ഞാൻ ഇതിനിടയിൽ ഒന്ന് ബ്രേക്ക് ചെയ്യാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ് വിജയ് സേതുപതി, മക്കൾ സെൽവൻ. യുവർ എക്സ്പീരിയൻസ് വിത്ത് എയ്സിൽ അല്ലേ? അദ്ദേഹം എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ഈസ് വർക്ക്ഡ് ആസ് എ അസിസ്റ്റന്റ് ഡയറക്ടർ. അതുകൊണ്ട് ദുബായ് ബേസ്ഡ് ആണ്. ആയിരുന്നു. ഹി വാസ് വർക്കിംഗ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഒരു ദിവസം പറയാം, ഈസ് വെരി ഡൗൺ ടു എർത്ത്. ഞാൻ ദിവ്യ വിശന്ന് നടന്നിട്ടുണ്ട് ദുബായ് തൊട്ട് ആ ക്രീക്കിൻ്റെ അവിടെ വരെ ഞാൻ നിങ്ങൾ നടന്നിട്ടുണ്ട്. ജസ്റ്റ് വെയിറ്റിംഗ്. ഹി വാസ് വർക്കിംഗ് ആസ് എൻ അക്കൗണ്ടൻറ്റ് ആ സമയത്ത്. ജസ്റ്റ് ടു സേവ് ടാക്സി എന്നൊക്കെ പറഞ്ഞത്. എല്ലാവരും ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ പറയണേ. ഞാൻ വാസ് ലൈക്ക്, അല്ലല്ലേ സർ, അവിടെ നിന്ന് ഇങ്ങനെ സർ അന്നേരം വിചാരിച്ചായിരുന്നു സർ ഇങ്ങനെ ഈസ് ലൈക്ക് നോ, ബട്ട് ഐ ഓൾവേസ് വാണ്ടഡ് ടു കം ഇൻ ടു ദിസ് ഫീൽഡ് എന്ന് പറഞ്ഞു. പിന്നെ ആൻഡ് ഹീ സ്റ്റാർട്ട് ഓഫ് ആസ് എൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ. ആൻഡ് അതുകൊണ്ടില്ലേ പുള്ളിക്കാരന് ഈ ടെക്നിക്കൽ സൈഡ് അറിയുമ്പോൾ, ഈ ആക്ടേഴ്സിന് ആ ടെക്നിക്കൽ സൈഡ് അറിയുമ്പോൾ ഇറ്റ്സ് വെരി വെരി ഹെൽപ്ഫുൾ. ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിനൊക്കെ വി ഹാവ് ദ ഫ്രീഡം. ആൻഡ് ബിക്കോസ് ഹി ഹാസ് ദാറ്റ് ഹി വിൽ സീൻസ് ഒക്കെ പുള്ളിയാണ് ഡയറക്റ്റ് ലൈക്ക് എന്നുവെച്ചാൽ പറയുന്നത്. ആൻഡ് ദ ഡയറക്ടർ ഹാഡ് ഗിവൺ ഹിം ദാറ്റ് ഫ്രീഡം ബിക്കോസ് ഇറ്റ് വിൽ കം ഔട്ട് വെൽ. ഒരു സീനുണ്ട് ഏസിൽ ഞാനാണെങ്കിൽ ഇങ്ങനെ എൻ്റെ കൈ പിടിച്ചിട്ട് തലക്കടിക്കണം ബില്ലിൻ്റെ തലയിൽ. അത് പുള്ളി പറഞ്ഞ ആക്ച്വലി ഹി വാസ് സപ്പോസ് ടു ടേക്ക് ഇറ്റ് ആൻഡ് ഹിറ്റ് ഇറ്റ്. ബട്ട് ഹീസ് ലൈക്ക് നോ, അതിലൊരു രസമില്ല. ഇതിങ്ങനെ അടിക്കാൻ പോകുമെന്ന് പറയും, പക്ഷെ അടിക്കില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആക്കത്തേ ഉള്ളൂ. പിന്നെ ഞാൻ വന്ന് അടിക്കും. എന്നിട്ട് ലാസ്റ്റിൽ അതുപോലെ ആ സീനിൽ ഫൈറ്റ് സീക്വൻസിൽ ഐ ആം സെയിങ്, അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എവിടെയാണ് നിന്നെ അടിക്കണ്ടേ, അടിക്കുന്ന എൻ്റെ അടുത്ത് പറയും. പക്ഷേ എങ്കിൽ അടിക്കണോ. അപ്പൊ ഈ തമാശക്ക് ഹീസ് വൺ ഹൂസ് സ്ക്രിപ്റ്റ്. അപ്പൊ അന്നേരം രുക്മിണി വന്നിട്ട് ആ ഒരു മാസ് ആക്ച്വലി ദ സീൻ വാസ് ഹി വുഡ് ഫൈറ്റ് എല്ലാവരും തല്ലി അത്രേ ഉള്ളൂ എഴുതിയേക്കുന്നത്. ബട്ട് ഹീസ് വൺ ഹൂസ് ആക്ച്വലി ഇംപ്രവൈസേഷൻ ആൻഡ് ഇതെല്ലാം ചേഞ്ച് ചെയ്തത് പുള്ളിയാണ്. അപ്പൊ ആ സീനിന്റെ ആ സ്കെയില് പോയത് നോക്ക്, മനസ്സിലായി. ഫ്രം ലൈക്ക് വേറെ ഒരു സാധാരണ വന്നു ഞാൻ ഇടിച്ചിട്ട് എല്ലാത്തിനും താഴെ ഞാൻ ഹീറോ എന്നേ പകരം ഇതിനൊരു വേറെ മാസല്ലേ. എന്നാൽ ഹീറോയിൻ കംസ് ആൻഡ് ഷീ രുക്മിണിയാണ് അതില് മറ്റേ തല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റില് വെൻ ഹീ ഈസ് ഗോയിങ് ടു ഹിറ്റ് ഇങ്ങനെ നിൽക്കും. ഞാൻ ഇവിടെ മതി, ഇവനെ കുറെ തല്ല് കിട്ടിയില്ലേ, മതി, ഞാൻ ഇനിയും തല്ലില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ പിന്നെ പുള്ളിയുടെ കൈ എടുത്തിട്ട് പിന്നെ തല്ല്. അപ്പൊ ആ ഒരു ഇതൊക്കെ ഹീസ് ഇംപ്രവൈസേഷൻ ആണ്. ഇംപ്രവൈസേഷൻ അതല്ല, അതാണ് ഒരു ടെക്നിക്കൽ സൈഡിൽ ഉള്ള അറിവിലുള്ള ഒരു ഗുണം. പിന്നെ അതുമല്ല ഹി ക്യാൻ ടേക്ക് ദറ്റ് ഫ്രീഡം അല്ലേ, അതിന് റൈറ്റ് എടുക്കാനുള്ള പവർ ആയി ഇപ്പോൾ. ഓഫ് കോഴ്സ്. ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ്
they all have that confidence in him. Because പുള്ളി പറഞ്ഞ ഇപ്പം ഞാനൊക്കെ ചിലപ്പം പറഞ്ഞാൽ ചിലപ്പം നോട്ട് നെസസറി ദാറ്റ് വിൽ വർക്ക് ദിസ് വെൽ. മനസ്സിലായി. ഇവർക്കൊക്കെ they know very well. എങ്ങനെ എടുക്കണ്ടേ എന്താ എടുക്കണ്ടേന്നൊക്കെ അവർക്ക് അറിയാം. ഞാൻ ഒരിക്കലും പോയി പറയില്ല ഇങ്ങനെ എടുക്കണം എന്ന് പറയില്ല. ബട്ട് സംടൈംസ് യു വിൽ ഫീൽ ഉണ്ടാവും, യു ഗെറ്റ് ദാറ്റ് ഒരു നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞാലോ എന്ന് ഒരു നമുക്ക് നമ്മുടെ ഇങ്ങനെ ബിക്കോസ് മൈ ക്യാരക്ടർ ഇങ്ങനെ പറഞ്ഞാലോ അത് അല്ലെങ്കിൽ എന്തെങ്കിലും ആ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ സംടൈംസ് പറഞ്ഞു നോക്കിക്കോ നല്ല എന്ന് പറയാനുള്ള മിക്ക ഡയറക്ടേഴ്സും അങ്ങനെയാണ്. You have a director in you? Would you like to, or any time in future? I think I can be in production. Because with my corporate background and all that, I think when resources manager, operations manager, I think that will be more my area. If I'm getting into films, acting in the Mari Puangle, I don't think the creative side is for me. Okay. But I'll be more into execution side and the operation side, yeah, maybe. Okay. നമുക്ക് ഒരു പാട്ട് പാടിയാ? പാട്ട് പാടണം. ആക്ച്വലി ഞാൻ ഈ ഇടയ്ക്ക് ഒരു പാട്ട് കേട്ടപ്പോ ഞാൻ കമന്റ് ചെയ്തില്ലേ, അപ്പൊ പറഞ്ഞു നീ മുഴുവൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതെ, അത് പാടിയത് ഫുൾ അല്ലേ, എന്ത് നന്നായിട്ട് പാടിയോ. അപ്പൊ ചുമ്മാ ഞങ്ങൾ പറഞ്ഞു ചുമ്മാ ഒരു രസം ചെയ്യാൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ നിത്യം പണ്ട് ഇങ്ങനെ കൊറോണ സമയത്ത് ഞങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇറങ്ങായിരുന്നല്ലോ, സ്റ്റോറി സോങ് ചാലഞ്ച് ഉണ്ടായിരുന്നല്ലോ, ഒരാളെ കൊണ്ട് സോങ് പഠിപ്പിക്കാം. അപ്പം അങ്ങനെ വന്നതാണ് എനിക്ക് അയ്യോ എനിക്ക് രണ്ടുപേരും കൂടെ പാട് അങ്ങനെ പറയുമ്പോൾ ഞാൻ കോൺഷ്യസ് പറയില്ല. അപ്പോൾ അന്നേരം बरसे रिम झिम रिम झिम नैना बरसे बरसे बरसे. അപ്പൊ ഇത് പാടുന്നത് അന്നേരം എൻ്റെ പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു, എൻ്റെ ട്വിസ്റ്റി എന്ന് പറഞ്ഞിട്ട് അവരുടെ മടിയിലിരിക്കുക. അപ്പൊ ഞങ്ങള് പ്ലാൻ ചെയ്താൽ ഞാനിങ്ങനെ ലിപ് സിങ്ക് ചെയ്യും, ബാക്കിൽ നിന്ന് അവള് പാടും, എന്നിട്ട് ഞാനിങ്ങനെ മാറുമ്പോൾ അവള് പാടുന്നതാണ് ഇട്ട്. അത് ചുമ്മാ ഞങ്ങൾ ഒരു തമാശക്ക് ചെയ്ത ആ സമയത്ത്. സോ ഐ തോട്ട് ആ സെയിം കോൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത. അല്ലെങ്കിൽ പാട്ടുകാരുടെ കൂടെ നമ്മൾ എന്ത് അഭിനയിച്ച് എന്ത് റീലെടുക്കാനാ. അതൊരു കഴിവാണല്ലോ, പാട്ട് കേട്ട് നമ്മൾ അതിനെ ആക്ട് ചെയ്യുമ്പോ യു ആർ സിംഗിങ് എന്ന് തോന്നിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആൻ ആക്ട്രസ് യുനോ ടാലന്റ് തന്നെയാണ്. അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിച്ചു. അതുകൊണ്ടാണല്ലോ ഞാൻ അതിന്റെ ഇടയിൽ കമന്റ് എനിക്കറിയില്ലായിരുന്നു ഇത്ര നന്നായിട്ട് പാടാന്നുള്ളത്. പറ്റിക്കല്ലേ നമുക്ക് ആക്ച്വലി നമ്മൾ കഴിക്കുന്നോണ്ടാണ്. എന്നാലും സോൾ സ്പാർക്കാണ്, അതായത് പെട്ടെന്ന് പറയാൻ. അങ്ങനെ പെട്ടെന്ന് പറയണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ, എന്നാലും അങ്ങനെ ഒരു സെഗ്മെന്റ് നമ്മുടെ റാപ്പിഡ് ഫയർ പോലെ. പക്ഷെ ഇതെല്ലാം സോളാണ്, ഞാൻ പറഞ്ഞില്ലേ, സോൾ വിട്ട കളിയൊന്നുമില്ല. ഇറ്റ്സ് ഓൾ സോൾഫുൾ. ഈവൻ കഴിഞ്ഞ ദിവസം സ്റ്റീഫൻ പറയുകയാണ് സ്റ്റീഫൻ പറയാ സോൾ ഓൺ ദ പ്ലേറ്റ് എന്ന്. ഒരു സോൾ. ഓക്കെ, അപ്പൊ ഡു യു തിങ്ക് യുവർ സ്ട്രെങ്ത് ഈ സ്മൈൽ ആണെന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അതൊരു വൾനറബിലിറ്റി ആണോ? ഈ സ്മൈലിന് പല പല ലെവൽസ് ഉണ്ട്. എൻ്റെ അടുത്ത് ചിലപ്പോൾ ഫോട്ടോഷൂട്ടിന് പറയും ഇതിൽ അത്രയ്ക്കും വേണ്ട, ഒരു 50. അങ്ങനെ ചുരുക്കി എടുക്കണം അല്ലേ, കുറച്ചാക്കി എടുക്കണം. ചില സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കുമ്പോൾ എന്റെ ഫുൾ ഈ ഇവിടം തൊട്ട് ഇവിടം വരെ കാണും. അതാണ് അതിന്റെ ബ്യൂട്ടി. ആക്ച്വലി അതെനിക്കൊരു ബ്യൂട്ടി ആയിട്ട് തോന്നുന്നില്ല. അത് മിക്ക ഫോട്ടോഷൂട്ടിലും ആഡിലും അവർ പറയും 100 പാട്ട് വേണം, നമുക്കൊരു 50 മതി. അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് കോൺഷ്യസ് ആണ്. എൻ്റെ ഐ ഡു ഗെറ്റ് കോംപ്ലിമെന്റ്സ് എ ലോട്ട് സ്മൈലിന് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ കോൺഷ്യസ് ആണല്ലേ എൻ്റെ സ്മൈൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ ഇത്രയും പെറ്റ് ലവർ ആണല്ലോ,
എന്തെങ്കിലും ഒരു റിസംബ്ലൻസ് നമ്മളിപ്പോൾ ഒരു പെറ്റുമായിട്ട് തോന്നുകയാണെങ്കിൽ യുവർ പേഴ്സണാലിറ്റി പൂച്ചയാണോ? ഓക്കെ, വൈ? ഭയങ്കര ആറ്റിറ്റ്യൂഡാ. പൂച്ചയ്ക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡ് അല്ലേ? ഡോഗ്സ് പോലെ അല്ല. ചിലര് പറയും ഞാനൊരു ഗോൾഡൻ റിട്രീവർ പോലെയാണെന്ന്, എപ്പോഴും ഹാപ്പി. പക്ഷെ അല്ല, ഞാൻ വെറും ഒരു അഹങ്കാരി പൂച്ചയാണ്. ആണോ? അഹങ്കാരിയാണോ? അല്ല, വരും ചില സമയത്ത് ചില ആൾക്കാരുടെ അടുത്ത് വരും. അത് എടുക്കേണ്ടടുത്ത് എടുക്കണം എന്ന് പറയണ പോലെ അല്ലേ? പക്ഷെ അതൊരു മാസ്കിങ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു അല്ലേ, പർപ്പസ്ഫുള്ളി ചെയ്യണതല്ലേ? ചില എത്ര നമുക്ക് മാസ്ക് ഇട്ടാലും ശരിക്കുള്ളത് ചിലപ്പം പുറത്തേക്ക് വരും. പക്ഷെ എനിക്ക് തോന്നുന്നു ക്യാരക്ടർ വൈസ് കുറച്ചും കൂടെ ഐ ക്യാൻ റിലേറ്റ് യു വിത്ത് ഗോൾഡൻ റിട്രീവർ. അയ്യോ, പൂച്ച കടിക്കുന്നു. ആർ യു എ ഫ്രണ്ട് ഹു ലിസൺസ് ഓർ ദ വൺ ഹു ഹീൽസ്? ഹീൽ ചെയ്യോ അല്ലെങ്കിൽ ലിസൺ ചെയ്യോ? ഏത് പാർട്ടാണ്? ലിസൺ ഒക്കെ ഒരു പരിധി വരെ. I think I'm a person who heals more. Okay. I'll be like, come on. You have that ability. അത് ഈ ഒരു അമ്മ മനസ്സൊക്കെ ഉള്ളവർക്ക് പറ്റുന്ന ഒരു എംപത്തിയും കുറച്ച് ഏറെ കൂടുതലാണ്. പിന്നെ so listening, I do listen. Okay. But then even though I do the same thing, ഒരു ഹിപ്പോക്രിറ്റ് ആണ്. ഞാനിങ്ങനെ അയ്യോ പിന്നെയും അത് തന്നെ സംഭവിച്ചു, പിന്നെയും വെൽക്കം ടു യുവർ കടാ, പിന്നെയും അത് സംഭവിച്ചിട്ടാ. ഞാൻ സെയിം തിങ് മൈറ്റ് റിപ്പീറ്റ്. ബട്ട് ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് പറയാൻ ലൈക്ക് നിർത്തിക്കൂടെ? സോ ദാറ്റ് I'll just deviate, വേറെ ഏതെങ്കിലും സൈഡിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് അങ്ങോട്ട് അയക്കുന്നല്ലാണ്ട് no we don't need this in our life. I'll be like I'll force you to get out of that situation. And sometimes I wish I had someone who could do that for me. But sometimes my friends will be like, അറിയാത്ത പിള്ള ചൊറിയുമ്പോ അല്ലേ? ദിവ്യ പിള്ള പറയും. ഓക്കെ, നമ്മുടെ ഭക്ഷണം ഏകദേശം കഴിയാറായി. ഇതിപ്പം സോറി, നമ്മുടെ പ്രോഗ്രാമിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് സോൾ ആയതുകൊണ്ട് അതെ, യു ഹാവ് എനിത്തിങ് സോൾഫുൾ ലൈക്ക് യു നോ, ഒരു മെസ്സേജ് എന്നോ അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ലൈഫിൻ്റെ ഒരു ആസ്പെക്റ്റിൽ യു വാണ്ട് ടു ടെൽ സംതിങ് സോൾഫുൾ ടു യുവർ ലിസണേഴ്സ്, ലൈക്ക് യു നോ എവ്രി വൺ ലവ്സ് യു, എന്താണ് പറയാനുള്ളത്? ഓക്കെ, ടു പീപ്പിൾ ഹൂ, അങ്ങനെ എല്ലാവരും ലവ് ആയിരിക്കില്ല, പക്ഷെ എന്നാലും ബട്ട് to those, I think to young girls that I would like to say is, you know, and now the women now, the children that they're growing up now, they're very strong, they're very strong-minded, but don't lose yourself. ആ ഒരു സോഫ്റ്റ് പാർട്ട്, ആ ഫെമിനിൻ എനർജി ഉള്ളത് അതൊരിക്കലും അത് കളയണ്ട. ഓക്കെ, സംടൈംസ് നമ്മൾ ഈ ഒരു ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഭയങ്കര ഇതൊക്കെ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ആ ബാലൻസ് നമ്മൾ വി ഷുഡ് ഓൾവേസ് കീപ് ദാറ്റ് ബാലൻസ് ആൻഡ് ഓൾവേസ് പ്രിസർവ് യുവർ ഫെമിനിൻ എനർജി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പം ലൈഫ് വിൽ ഫോഴ്സ് യു ടു ബിക്കം മാസ്കുലിൻ അറ്റ് ടൈംസ്, പക്ഷേ don't lose your feminine energy. I would say to all lovely girls who are growing up, who's going to face the world, I'll tell them that. Yeah, I think that's a soulful message. Great. Thank you. So my soul is really happy today because I met her in life 6 years back and still the same, soulful, gorgeous, genuine, and a real person. I wish you all the very best for all your upcoming projects, Divya. Thank you so much, Rana, and thank you so much for having me. ഇത്രയും നല്ല അടിപൊളി ഭക്ഷണം എനിക്ക് തന്നു, എനിക്ക് നല്ലപോലെ കഴിക്കാൻ. ബിക്കോസ് at the end of the day I'm a foodie. എന്തൊക്കെ പറഞ്ഞാലും ഡയറ്റും അതെല്ലാം ശ്രദ്ധിക്കും നോക്കുന്നുണ്ടെങ്കിലും എനിക്ക് നമ്മുടെ സന്തോഷത്തോടെ നമുക്ക് ഫുഡ് തരുമ്പോൾ നമ്മുടെ സോൾ നിറയില്ലേ, അതുപോലെ എൻ്റെ സോൾ നിറഞ്ഞിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഓപ്പണിങ് യുവർ ഹോം ടു മീ. ആ ഒരു വാം വെൽക്കം എല്ലാം എനിക്ക് തന്നതിന്, ആൻഡ് യുവർ ഫാമിലി, യുവർ ഫ്രണ്ട്സ്, എവറി വൺ ഹാസ് ഹെൽപ്പ് മീ. അപ്പോൾ ഒരുപാട് സന്തോഷം. And thank you for the soulful journey. Come again. Yeah, we will rock next time. Yes. Done. Yeah. Bye.